നമ്മൾ ആയുസ്സോടെ റമദാനിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം ചെയ്യേണ്ട സംഗതി എന്താണെന്നറിയോ? അള്ളാന്റെ മുമ്പിൽ സുജൂദിൽ വീഴണം. ഓരോരുത്തരും ചെയ്യണം. ഇമാം നബവി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം അള്ളാഹു തന്നാൽ, ഒരു സമ്മാനം അള്ളാഹു തന്നാൽ, ആ സമ്മാനത്തിന്റെ പ്രത്യുപകാരം അവനൊരു ശുക്റിന്റെ സുജൂദ് ചെയ്യലാണ്. കിടന്നിട്ട് പറയണം, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ. ഇതിനറിയോ, അല്ലാഹ് ആയുസ്സരിത ഒരു റമദാൻ കൂടി നീ എനിക്ക് തന്നിരിക്കുന്നു. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 ചങ്ങാതിമാരുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, അയാൾക്ക് വീട്ടിൽ കിടന്നൊരു വർഷത്തിന് ശേഷം സാധാരണ മരണം ഭരിച്ച ആ സഹാബിയെ വലിയ ദറജയിൽ ഷഹീദിന്റെയും മോളിൽ സ്വർഗത്തിൽ ഒരു ചങ്ങാതി സ്വപ്നത്തിൽ കണ്ടപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെങ്ങനെ ആയിരിക്കും? ഷഹീദായ 2 ചങ്ങാതിമാരെക്കാളും അധികം അയാൾക്ക് സ്വർഗത്തിൽ ദറജയുണ്ടതിന്റെ കാരണം ഒരു വർഷം അയാൾക്ക് അധികം കിട്ടി. ആ വർഷത്തിൽ അയാൾക്ക് ഒരു റമദാൻ അധികം ലഭിച്ചു. ഒരു നോമ്പ്, ഒരു തറാവീഹ്, ഒരു സദഖ ഒരു വർഷത്തിലധികം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്വർഗത്തിൽ ദറജ കൂടിയത്. ഈ റമദാനും കൂടി കിട്ടിയാൽ ഭാഗ്യാണ്. അതുകൊണ്ടറിയോ, കഴിഞ്ഞ റമദാനിൽ ഒപ്പമുണ്ടായിരുന്ന പലരും വളരെ അടുത്തവരെ സഹിതം ഇന്ന് ഖബറിലാണ്, ബർസഖിലാണ്. കഴിഞ്ഞ വർഷം നമ്മളെ കൈപിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത കൊല്ലാവട്ടെ ഒന്നും കൂടി ശരിയാക്കണം, തറാവീഹൊക്കെ കൃത്യമായിട്ട് നിസ്കരിക്കണം മുടങ്ങാതെ, ശരിക്കും നോമ്പ് ഇതിന്റെ ഉള്ളറിഞ്ഞ് ആത്മാവറിഞ്ഞ് നോമ്പെടുക്കണം, പള്ളി തന്നെ കുറെ നേരം ഇരിക്കണം.